ഹലോ ആരാ വായിക്കണേ? എന്തായി തീരുമാനം? ഇല്ല, അത് സുല്ലേട്ടൻ്റെ കൂടെ നോക്കണേ. ഈ കണ്ടാലൊക്കെ ഒന്ന് പോയിട്ടോ. ആ മക്കളൊക്കെ ചേട്ടാ പങ്കുവച്ചു, അതിന് അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. ഇവിടുന്ന് ഇപ്പോൾ കൊണ്ടുപോവുക തന്നെയാണെങ്കിലും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇവിടുന്ന് ചെറിയ ഒരു സ്ലോപ്പ് കൊടുത്ത് ആനയെ ഈ കരകയറ്റാൻ കഴിയും. അത് വളരെ നിസ്സാരമായിട്ട് കഴിയും. ഈ ഇടതുഭാഗത്തേക്ക് ഷെമിയും ക്യാമറ തിരിക്കുമ്പോൾ നമുക്ക് ഇത് ആന ഉയർന്നു വരുന്ന, ഇപ്പോൾ ഈ കൈ വെച്ച് ഉയരുന്ന പോലത്തെ ഈ ദൃശ്യങ്ങൾ നമുക്ക് കുറേ മണിക്കൂറുകളായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. കരയ്ക്ക് കയറാനുള്ള ആന കഴിഞ്ഞ 17 മണിക്കൂറായിട്ട് ശ്രമം നടത്തുകയാണ്. ആനയ്ക്ക് പക്ഷേ കരകയറാൻ കഴിയുന്നില്ല. അതിനുള്ള ഉയരമല്ല ഇവിടെയുള്ളത്, 25 അടിയോളം താഴ്ചയുണ്ട്. ആന കഴിയുന്നത്ര കരയ്ക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നു, തുമ്പിക്കൈ ഉയർത്തുന്നു. പക്ഷേ 2 കാലുകൾ മുൻകാലുകൾ വെച്ച് മുകളിലേക്ക് ഈ പടവിന് മീതെ കയറാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനു മീതെ കരിങ്കൽ, നമുക്ക് ഒരു 10 അടി ഉയരത്തിൽ കരിങ്കൽ ഭിത്തിയുണ്ട്. ഈ ഭിത്തി കടന്ന് ഇങ്ങോട്ട് കയറുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അവസാനം ആന തളർന്നിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ മണിക്കൂറുകളായിട്ട് കാണുകയാണ്. പലവട്ടം ആന ശ്രമിക്കുന്നു, വീണ്ടും അതുപോലെ തന്നെ തുടരുന്നു. ഈ ഇടതുഭാഗത്ത് ഒരു പാത നിർമ്മിക്കുകയാണെങ്കിൽ, മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് നിർമ്മിക്കുകയാണെങ്കിൽ ഇപ്പോഴും ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിക്കുന്ന പ്രതികരണം ഈ വിഷയത്തിൽ മയക്കുവെടി വെക്കാൻ ഇപ്പോൾ ഈ കിണറ്റിൽ വെച്ച് കഴിയില്ല. കാരണം കരയ്ക്ക് കയറ്റിയ ശേഷം മാത്രമേ മയക്കുവെടി വെക്കാൻ കഴിയൂ എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നാട്ടുകാർ പറയുന്നത് കരക്കയറ്റിയാണെങ്കിലും ആനയെ തീർച്ചയായിട്ടും ഉൾവനത്തിലേക്ക് കൊണ്ടുപോകണം, ഇവിടെ തൊട്ടടുത്ത വനമേഖലയിലേക്ക് വിടാൻ കഴിയില്ല. ഈ ഒരു കാര്യത്തിൽ തീർപ്പ്, ഒരു ഉറപ്പ് ലഭിക്കണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ആ കാര്യത്തിലാണ് ഈ ഒരു ഭിന്നത ഇപ്പോഴും തുടരുന്നത്. ഇവിടെ ഒരു പക്ഷേ 144 നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. DFO അടക്കമുള്ള വനം ഉദ്യോഗസ്ഥരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഹലോ, ഓക്കെ. പണ്ട് കാക്ക വെള്ളം വെച്ച ഒരു കല്ലിട്ട് ചെറിയ കല്ലിട്ട് കയറ്റിയ പോലെ ഇങ്ങനത്തെ കല്ലായിട്ടുള്ളൂ. മേത്ത് വീകാതെ ക്യാപ്പിലിട്ട്